ഹായ്, ഞാനിതൊരു ന്യൂസ് കണ്ടിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണേ. ഒരു കുട്ടി ഇന്നലെയാണെന്ന് തോന്നുന്നു, ഞാൻ ഇന്ന് രാവിലെയാണ് ന്യൂസ് കണ്ടത്. ഒരു കുട്ടി ഡയറ്റ് ചെയ്തിട്ട് യൂട്യൂബ് നോക്കി ഡയറ്റ് ചെയ്തിട്ട് ഇൻറ്റേർണൽ ഓർഗൻസിന് ബാധിച്ച് കുട്ടി വെൻറ്റിലേറ്ററിലൊക്കെ ആയിരുന്നു, മരിച്ചു. 18 വയസ്സുള്ളൊരു മോളുടെ കേസാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, ഞാനിപ്പോൾ എൻ്റെ ഒരു കേസ് ഓർത്തതാണ്. ഈ കുട്ടിയുടെ അതേ ഏജല്ല, ഞാനൊരു 14-15. അപ്പോൾ ഈ ടീനേജിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അപ്പിയറൻസിൽ വളരെ കൺസേൺ ആവും. ഈ യൂട്യൂബൊന്നും ഇല്ലാതിരുന്നൊരു സമയത്ത്, ഒരു 9th 10th പഠിക്കുന്ന സമയത്ത്, ഞാൻ ജന്മനാ വണ്ണമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുഡ് കുറച്ചു. വീട്ടിൽ കുറേയൊക്കെ അറിയാം, തന്നുവിടുന്ന ഫുഡ് കൊണ്ട് കളയുന്നൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. ഫുഡ് കുറച്ചു. ഞാൻ നല്ല ഹൈറ്റുള്ള ഒരാളാണ്, 170 സെൻറ്റിമീറ്റർ, 170 ഹൈറ്റുള്ള ഒരാളാണ്. ജന്മനാ ചബ്ബിയായിട്ടുള്ള ഒരാളാണ്. ബട്ട് ഫുഡ് കുറച്ചപ്പോൾ നോർമലി വണ്ണവും കുറഞ്ഞു കേട്ടോ, നന്നായി കുറഞ്ഞു. ആക്ച്വലി അപ്പിയറൻസ് വളരെ മോശമായി. വെയിറ്റ് കുറഞ്ഞെങ്കിലും കാണുന്നവർക്ക് വലിയ സന്തോഷം ഒന്നും നല്ലതാണെന്നൊന്നും തോന്നിയതായിട്ട് എൻ്റെ അറിവിലില്ല. കുറഞ്ഞു. പക്ഷേ ഞാൻ ഹോസ്പിറ്റലൈസ് ആവുന്നത് വൊമിറ്റിങ്ങിനെ തുടർന്ന് ഫിസിക്കലി വീക്ക് ആവുമല്ലോ, ഫീവർ വന്ന് കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആയി. ബട്ട് ഇപ്പോഴല്ല, അന്ന് വോമിറ്റിംഗ് വന്നതിൻ്റെയും ഫീവർ വന്നതിൻ്റെയും ഒരു ഹിഡൻ റീസൺ എനിക്കറിയാം. ബട്ട് എൻ്റെ പാരൻസിനും ആർക്കും മനസ്സിലായിട്ടില്ല. പനി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബട്ട് ഇതിൻ്റെ ഒരു വേർഷനാണ് അന്ന് സംഭവിച്ചത്. ഇപ്പം ജസ്ന എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഫിലിമിലൊക്കെ ചെയ്യുന്നവരും പറഞ്ഞു, നമ്മൾ ഈ അൺഹെൽത്തി ആയിട്ട് അവരും സഡനായിട്ട് വെയിറ്റ് കുറഞ്ഞു. ബട്ട് ആഫ്റ്റർ ദാറ്റ് അവർക്ക് എന്തു പറ്റി, ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഇപ്പോൾ ഈ കേസ് ഒരു മരണത്തിലോട്ട് എത്തിയിരിക്കുന്നു. യൂട്യൂബ് നോക്കിയാണ് കുട്ടി വണ്ണം കുറച്ചതെന്നൊക്കെ, അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് പറഞ്ഞു. യൂട്യൂബ് നോക്കിയാൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടീനേജിൽ എനിക്ക് നടന്നൊരു എക്സ്പീരിയൻസ് ഇവിടെ പറയുകയും, ആരെങ്കിലും ഇങ്ങനെ യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് എന്നാണ്. അന്ന് വേണമെങ്കിൽ നമുക്ക് സംഭവിക്കാം എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുട്ടിക്ക് അങ്ങനെ വന്നു. അത് ഒരു ബുദ്ധിമുട്ടുള്ള, നമുക്ക് വിഷമമുള്ളൊരു കേസ് തന്നെയാണ്. അപ്പോൾ ടീനേജേഴ്സ് ആയാലും ആഫ്റ്റർ 30s 40s നമ്മളടക്കമുള്ള എല്ലാ മനുഷ്യന്മാർക്കാണെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ലേഡീസിന് എന്താ പ്രശ്നം വരെ, നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ജിമ്മിൽ പോകാൻ, ടീനേജേഴ്സിന് പ്രത്യേകിച്ച് ജിമ്മിന് പോകാനുള്ള ടൈമൊന്നും കുട്ടികൾക്ക് കിട്ടാറില്ല. ബിലോ 20 ഇയേഴ്സിലുള്ളവർക്ക്, 11 to 20 ഇയേഴ്സിലുള്ളവർക്ക് ജിമ്മിൽ പോകാൻ, ബിക്കോസ് അക്കാഡമിക്സ് തന്നെയായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ പിന്നെ അവർ ഓപ്റ്റ് ചെയ്യുന്നൊരു കേസായിരിക്കും ഫുഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല. അതാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എനിക്ക് പറയാനുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ആഫ്റ്റർ ഡെലിവറി വളരെയധികം വെയിറ്റ്, നിയർലി സെഞ്ച്വറി എത്തിയ ഒരാളാണ് ഞാൻ. അവിടെ നിന്ന് വെയിറ്റ് കുറച്ച് ഐഡിയൽ വെയിറ്റിലൊന്നും ഞാൻ എത്തിയില്ല. ഓക്കെ, ബ്രസ്റ്റ് ഫീഡിങ് സമയത്തൊന്നും വലിയ കുറവിന് ഞാൻ പോയില്ല. ബട്ട് എക്സസ് ഫുഡ് കഴിച്ചില്ല. നമ്മുടെ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ നാട്ടിൽ ചെയ്യുന്ന പോലെ എക്സസ് ഫുഡ് കഴിക്കാതിരിക്കുകയും ദെൻ ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഒരു 5-6 മാസം എടുത്തിട്ട് ഫുഡ് കൺട്രോള് വളരെ കുറച്ച്, ഒരു മനുഷ്യന് കഴിക്കേണ്ടുന്ന മാത്രം ആഹാരം കഴിച്ചിട്ട് ഒരു ചപ്പാത്തി ഡയറ്റ്, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഒരു ചപ്പാത്തി, കുറച്ച് ഫ്രൂട്ട്സ്, ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കും കേട്ടോ. ഇഷ്ടമുള്ളത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുടെ കേസാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സാധനങ്ങൾ മാറ്റിയാൽ എങ്ങനെ സന്തോഷമായിട്ടിരിക്കുക? ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ള ആഹാരം ഓവറായി കഴിക്കാതെ, ബാക്കി ഭക്ഷണം, അരി സാധനമാണെങ്കിൽ ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടം ഇല്ലാത്ത കേസുകൾ, അരി, ചപ്പാത്തി, ഇങ്ങനത്തെ കേസുകൾ നമുക്ക് ആവശ്യത്തിന് മാത്രം ഒരെണ്ണം, ഒരു സ്മോൾ പോർഷൻ ഓഫ് ചോറ് ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ 20s കേസാണ് പറയുന്നത്. മോളാവുമ്പോൾ എനിക്ക് 28 ഇയേഴ്സ്, 29 ഇയേഴ്സ് ആയിരുന്നു. ആ സമയത്തുള്ള കേസാണ് ഞാൻ പറയുന്നത്. എൻ്റെ ടീനേജിൽ അൺഹെൽത്തി ആയിട്ടുള്ള എൻ്റെ ഫുഡ് റെഡ്യൂസ് ചെയ്ത് എനിക്ക് പറ്റിയ കേസ് ഞാൻ പറഞ്ഞു. ദെൻ അത് അവിടെ വെച്ച് തീർന്നു. ദെൻ മെയിൻറ്റെയിൻ ചെയ്തു പോയി കുഴപ്പമില്ലാതെ. എന്തായാലും കുഴപ്പമില്ലാതെ കഴിഞ്ഞു. പിന്നെ ഞാൻ എക്സസൈസ് വെയിറ്റ് ഗെയിൻ ചെയ്തത് ഈ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷമാണ്. അത് വളരെ ടൈം എടുത്ത് 4-5 മന്ത്സ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം ഫുഡ് റെഡ്യൂസ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാതിരിക്കണ്ട, ഇഷ്ടമുള്ളത് കഴിച്ചുള്ളൂ, ഓവറായി കഴിക്കണ്ട. പിന്നെ എക്സസൈസ് ഇല്ലാതെ യാതൊരുവിധ കാര്യവും നടക്കില്ല. അങ്ങനെ ഞാൻ കുറച്ച് വെയിറ്റ് ഒരു 15-16 kg ഞാൻ കുറച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊരു കാര്യമുണ്ട് കേട്ടോ, അതിൽ ഒരു
പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ലാത്തൊരു കേസെന്ന് വെച്ചാൽ, കാണുന്നവർ നമ്മൾ 30s-ലാണല്ലോ, 30-ഒക്കെ എത്തി. നമ്മൾ ഈ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം കാണുന്നവരെന്തായിരിക്കും, ഒരു 1 ഇയർ ഒന്നും നമ്മളെ കാണാതിരിക്കുന്നവരാണെങ്കിൽ സഡൻ നോക്കുമ്പോൾ ഇവർ വലിയ ഷുഗർ വന്നോ, ഷുഗർ ഉണ്ടോ ഇത്ര ക്ഷീണിക്കാൻ, പ്രഷർ ഉണ്ടോ ഇത്ര ക്ഷീണിക്കാൻ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരും. ഇത് ഞാനതിൻ്റെ ഒരു ബാക്കി പറയാം. നമ്മൾ വലിയ സന്തോഷമായിട്ട് വെയിറ്റ് കുറച്ച് വെച്ചിരിക്കുമ്പോൾ വരുന്നൊരു കമൻറ്റാണ്. 40s-ലെത്തിയാൽ പിന്നെ പറയുകയും വേണ്ട, നമ്മൾക്ക് ഏതാണ്ട് മാരകമായ അസുഖമാണെന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. വാട്ട് എവർ, നമ്മൾ വെയിറ്റ് കുറച്ചാൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി വേറൊന്ന് തന്നെയാണ്. ബട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൺട്രോള് ഒഴിവാക്കുക. ബെറ്റർ ഓപ്ഷൻ ഈസ് എക്സസൈസ് ചെയ്യാം. അതിൽ നമുക്ക് യൂട്യൂബിൽ ഒരുപാടുണ്ട്. എക്സസൈസ് ചെയ്യുന്നതിന് നമുക്ക് പേടിക്കേണ്ട. 20s-ലുള്ളവർക്ക് ആ റേഞ്ചിലുള്ള മീൻസ് കുറച്ചുകൂടെ ഫിസിക്കലി ആക്റ്റീവാണ് അവർ. 30s-ലുള്ളവർക്കും 40s-ലുള്ളവർക്കും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ പറ്റുന്ന ഇനിഷ്യലി നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതൊന്നും പറ്റില്ല. നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത്, ബുദ്ധിമുട്ടുള്ളൊരു എക്സസൈസ് എടുത്താലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തെ അതിലേക്ക് പ്രാപ്തമായിട്ട് കൊണ്ടുവരികയും വേണം. പാരലി ഫുഡ് കുറയ്ക്കുന്ന കേസും അങ്ങനെ തന്നെയാണ് വരിക. എന്ത് പറ്റും, ഇനിഷ്യലി നമ്മൾ ഭയങ്കരമായി ഒന്ന് കുറച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ലെവലിൻ്റെ ഹാഫോ അല്ലെങ്കിൽ 40% ആക്കാമെന്ന് വെച്ചാൽ നടക്കുമൊന്നുമില്ല. കാരണം എന്താ, കുറയ്ക്കാൻ പറ്റാത്ത നമ്മുടെ ശരീരം അത്രയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ എനർജി ലെവൽ അത്രയും വേണം നമുക്ക്. ഗ്രാജുവലി കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തിന് 90% ആക്കുക, 85% ആക്കുക, ദെൻ ഗോ ഫോർ ഗുഡ് ഫുഡ്. ഇപ്പം അതൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. വേറെ ആരും നമ്മൾക്ക് നോക്കേണ്ട കേസല്ല. നമുക്ക് തന്നെ സെർച്ച് ചെയ്യാം. നമുക്ക് തന്നെ മുട്ടയുണ്ട്, പപ്പായയുണ്ട്, ചപ്പാത്തിയൊക്കെ കഴിക്കാം. ചപ്പാത്തി ഒന്നും കഴിക്കാതെ നമുക്കൊരു ദിവസം നിൽക്കാൻ പറ്റില്ല. ബട്ട് ഹാഫ് പീസ് 1 പീസ് ഇങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ചെറിയ വെയിറ്റ് ലോസ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അന്ന് യൂട്യൂബും ഇല്ല. എൻ്റെ മുകളിലൊക്കെ ആവുന്ന സമയത്ത് 12 ഇയേഴ്സിനൊക്കെ മുന്നേ യൂട്യൂബൊന്നും അത്ര അങ്ങോട്ടില്ല. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ഫ്ലോപ്പായ കേസും പറഞ്ഞു, എക്സ്പീരിയൻസ് ചെയ്തു കുറഞ്ഞ കേസും ഞാൻ പറഞ്ഞു. 15-16 kg ആണ് 4-5 months കൊണ്ട് എനിക്ക് കുറയ്ക്കാൻ പറ്റിയത്. എക്സസൈസ് പ്ലസ് ഈ ഒരു ഫുഡ് കൺട്രോൾ. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കേസുണ്ട്. ഞാനിങ്ങനെ ആധികാരികമായി പറയാനുള്ള ഒരാളൊന്നുമല്ല, പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനൊരു ന്യൂസ് കണ്ടപ്പോൾ എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ ഓർത്തു. ഞാൻ ഇതിൻ്റെ ഒരു സ്മോൾ സ്റ്റേജിൽ കൂടെ പോയ ഒരാളല്ലേ, വയ്യാതായിരുന്നല്ലോ എന്നുള്ളത് കൊണ്ട്. ഇപ്പോൾ ഞാൻ ഒരു മാർച്ച് മിഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് ചെറിയൊരു ഫുഡ് കൺട്രോളിലാണ്. എനിക്ക് നിയർലി 3.5 മാർച്ച് മിഡ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മിഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഫെബ്രുവരി മിഡ് കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾക്ക് ഏതാണ്ട് 2-3 വീക്സ് ആകുന്നു. അപ്പോൾ എനിക്കൊരു 3.5 kg എനിക്ക് കുറയ്ക്കാൻ പറ്റി. അങ്ങനെ കുറയ്ക്കാൻ കാരണം ഫുഡ് ഹാബിറ്റ്സ് കയ്യിൽ നിന്ന് പോയി. എക്സസൈസ് ഒന്നും വലുതായി ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നാൾ കൊണ്ട്, 2 years കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലൈഫിൽ നമുക്ക് ഒരു മൊബിലിറ്റി കുറഞ്ഞൊരു ലൈഫാണ്. നമുക്ക് വലിയ വീടോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ, നമ്മൾ ഫ്ലാറ്റിലാണ് താമസിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പൊതുവേ വണ്ണം വയ്ക്കും. പിന്നെ അതുപോലെ ഫുഡും നല്ല ഫുഡ്. കോഫി അഡിക്ഷൻ, ഓരോരുത്തർക്കും ഓരോ അഡിക്ഷൻ ഉണ്ടാവും. ഞാനൊരു കോഫി അഡിക്റ്റാണ്. അപ്പോൾ കോഫി കുറച്ചെന്നല്ല 95% വേണ്ടാന്ന് വെച്ചു. കോഫി പൗഡർ എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടില്ല, വെച്ചാലിട്ട് കഴിക്കും. അത് മാറ്റി ദെൻ 3 നേരം കഴിക്കുന്നതിൽ 2 നേരത്തിൽ ഹെൽത്തി ഫുഡ് മാത്രം ഇൻക്ലൂഡ് ചെയ്തു. ഹെൽത്തി ഫുഡ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മധുരക്കിഴങ്ങ്, നാട്ടിൽ കിട്ടുന്ന മധുരക്കിഴങ്ങ്, ഫ്രൂട്ട്സ്, നട്ട്സ്, ചെറിയ ഐറ്റംസ്, നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ ഫുഡ്. ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാനിത് പറയാൻ കൂടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ കിടക്കുന്ന ഇൻഫർമേഷനൊക്കെ ഫാൾസ് ആണെന്നും പറഞ്ഞിട്ടൊക്കെ ഞാനതിനോടൊന്നും യോജിക്കുന്നില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ വളരെ നല്ല കാര്യങ്ങൾ. ബട്ട് കണ്ണും അടച്ച് ചെയ്യാതിരിക്കുക. ഇപ്പം എന്നെപ്പോലെ ഒരാൾ ചെയ്യുന്ന ഒരു ഡയറ്റ് ചിലപ്പോൾ നല്ല ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള ഒരാൾ ഫോളോ ചെയ്താൽ പറ്റില്ല. അപ്പം അവരുടെ സാഹചര്യം കൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചെയ്യണം. എനർജി ലെവൽ നമ്മുടെ ശരീരത്തിന് പറ്റാതാകുന്നത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഓക്കെ, താങ്ക് യു.